പ്രിയ സഹോദരങ്ങളെ, ഈ ആഴ്ച മുതൽ തുടർന്നുള്ള ചില ആഴ്ചകളിൽ ഞാൻ അയക്കുന്ന മെസ്സേജുകൾ മിനിസ്ട്രിയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു സെമിനാറിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് അതിൽ പ്രധാനമായും ദൈവവേലക്കാരെ ഊന്നിക്കൊണ്ടാണ് അതിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയോജനകരമായതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കുമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് പണത്തെക്കുറിച്ചും ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചുമാണ്. ഒരു ദൈവദാസൻ്റെ ജീവിതത്തിൽ ആ വിഷയത്തിൽ ജയം തനിക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കർത്താവ് പഠിപ്പിച്ച ആ ഭാഗം പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ഇരുട്ടുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ആയിരിക്കും. പണത്തെക്കുറിച്ച് നമുക്ക് ശരിയായൊരു കാഴ്ചപ്പാടില്ലെങ്കിൽ, പണത്തോടുള്ള ബന്ധത്തിലൊരു ശരിയായ നിലപാടില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഇരുണ്ടതായിരിക്കും. മത്തായി സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ആ വാക്യം ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 21-ാമത്തെ വാക്യം. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ, അത് ഒരുപക്ഷെ ഒരു മുന്നറിയിപ്പായിരിക്കാം, ഒരുപക്ഷെ ഒരു തിരുത്തലായിരിക്കാം. പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രതികരണം അതിനെ ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ ഇല്ല എന്നുള്ള വിധത്തിൽ ന്യായീകരിക്കാനുള്ളൊരു വലിയ പ്രവണത ഉണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ അങ്ങനെ ഒരു ഡിഫെൻസ് ഇല്ലാതെ വളരെ തുറന്ന ഹൃദയത്തോടുകൂടെ അത് സ്വീകരിക്കാൻ നാം തയ്യാറാകണം. നിൻ്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വേറെ ഒരു ന്യായീകരണവും അതിൽ കൊണ്ടുവരരുത്. നമ്മൾ വളരെയധികം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? ഞാൻ സാധാരണ പല സ്ഥലത്ത് യാത്ര ചെയ്ത് മീറ്റിങ്ങുകളിലൊക്കെ പ്രസംഗിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സഭകളിലൊക്കെ ഞാൻ പോയി ദൈവം പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ നിശബ്ദരായി ശ്രദ്ധയോടെ കേൾക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പിശാചിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും നിശബ്ദരായി, പിൻ ഡ്രോപ്പ് സൈലൻ്റ് എന്ന് പറയുന്നത് പോലെ നിശബ്ദരായി ശ്രദ്ധിക്കും. മറ്റൊരു വിഷയമാണ് പണം. പണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾ നിശബ്ദരായി ശ്രദ്ധിക്കും. കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്കറിയില്ല, കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ അല്ലെങ്കിൽ പേടി കൊണ്ടാണോ എന്നറിയത്തില്ല, ഇവൻ തട്ടിപ്പറിച്ചെടുക്കുമോ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്ന തട്ടിപ്പറിച്ചെടുക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണോ എന്നറിയില്ല, വളരെ ആളുകൾ നിശബ്ദരാകും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തോട് പറ്റിയിരിക്കുന്ന ഒരു കാര്യമാണ് നിക്ഷേപം അല്ലെങ്കിൽ പണം. വേദപുസ്തകം, പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ എല്ലാ ലേഖനത്തിലും അതിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു കാര്യം താൻ എല്ലാ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ വായിക്കാം. റോമലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. അത് അപ്പോസ്തലനായ പത്രോസ് എഴുതുമ്പോൾ താൻ ഇങ്ങനെയാണ് പറയുന്നത്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധിയായി ലഭിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൊക്കെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, കൃപയും സമാധാനവും പെരുകട്ടെ. അപ്പോസ്തലനായ പത്രോസ് അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ. എങ്ങനെയാണ് കൃപയും സമാധാനവും പെരുകുന്നത്? നമ്മൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഞാനിപ്പോൾ ഉദാഹരണം ഒരു ഡേറ്റ് 2005 ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നീഡ്സ് വളരെ അധികമാണ്. സാധാരണഗതിയിൽ വർഷം കഴിയും തോറും നീഡ്സ് കൂടുകയാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഉള്ള നീഡ്സ് എല്ലാം പിന്നീട് വർദ്ധിച്ചു വരികയാണ്. വ്യക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി 2005 രക്ഷിക്കപ്പെട്ടു.
നീഡ്സ് ഇത്രയുണ്ട്. 2010 ആയപ്പോഴേക്കും നീഡ്സ് അത്രയും ഇല്ല. നീഡ്സ് ഇല്ല എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ സ്പേസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2015 ആയപ്പോഴേക്കും നീഡ്സ് കുറഞ്ഞു. 2020 ആയപ്പോഴേക്കും നീഡ്സ് വളരെയധികം കുറഞ്ഞു. അതിന് അർത്ഥം ആ വ്യക്തി ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ്. ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും തൻ്റെ നീഡ്സ് കുറയാണ്. എന്തുകൊണ്ടാണ് നീഡ്സ് കുറയുന്നത്? നീഡ്സ് കുറയുന്നത് തൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ കൃപ പെരുകയാണ്. അപ്പോൾ ഈ രണ്ടും കൂടി ഉൾക്കൊള്ളാനുള്ള സ്പേസ് ഇല്ല ഹൃദയത്തിന്. ദൈവത്തിൻ്റെ കൃപ പെരുകും തോറും എൻ്റെ നീഡ്സ് കുറയുകയാണ്. അതാണ് പറയുന്നത്, നിങ്ങളുടെ കൃപയും സമാധാനവും പെരുകട്ടെ. എങ്ങനെയാണ് പെരുകുന്നത്? കർത്താവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, അല്ലെങ്കിൽ കർത്താവിനോടുള്ള ക്ലോസ്നെസ്സിൽ. അപ്പോൾ കർത്താവിനോട് കൂടുതൽ അടുക്കുന്തോറും എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ കൃപ പെരുകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? കൃപ പെരുകുമ്പോൾ അതോടൊപ്പം തന്നെ പെരുകുന്നൊരു കാര്യമാണ് സമാധാനം. അപ്പോൾ കൃപയും സമാധാനവും എൻ്റെ ഉള്ളിൽ പെരുകുന്നത് കൊണ്ട് എനിക്ക് നീഡ്സ് വളരെയധികം കുറവാണ്. നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. ബുദ്ധിമുട്ടു നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഏതൊരവസ്ഥയിലാണോ ദൈവനെ ആക്കി വെച്ചിരിക്കുന്നത് ആ അവസ്ഥയിലിരിക്കാൻ, സംതൃപ്തിയോടെ ഇരിക്കാൻ, തൃപ്തനായിരിക്കാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു. പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ പെരുകിയതുകൊണ്ട് തൻ്റെ ഉള്ളിൽ നീഡ്സിൻ്റെ സ്പേസ് കുറഞ്ഞു. അതുകൊണ്ട് തനിക്ക് ഏതൊരവസ്ഥയിലിരിക്കാനും സാധിക്കും. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് ഓരോ ദിവസം കഴിയും തോറും നമുക്ക് അത് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള തോന്നലാണോ? കംഫർട്ടിൻ്റെയും ലക്ഷറിയുടെയും ഒരു അപകടം, അത് വളരെ വേഗത്തിൽ അഡിക്ഷനാകും. ഇത് ഉപയോഗിക്കുന്ന തെറ്റൊന്നുമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവദിക്കുന്ന ഒക്കെ സന്തോഷത്തോടെ സ്വീകരിക്കണം. പക്ഷേ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തൃപ്തിയാണ്. വളരെ വേഗത്തിൽ നമ്മളെ ദൈവം ആക്കി വെച്ചിട്ട് അവസ്ഥയിലേക്ക് വരാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ എനിക്കതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊരു സ്റ്റേജിലേക്ക് ഞാൻ പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണം? ആ സ്റ്റേജിൽ ജീവിക്കാൻ പണം വേണം. എക്സാമ്പിൾ, എനിക്കൊരു കാറ് ലഭിച്ചു, സന്തോഷം, സ്തോത്രം. പക്ഷെ നാളെ എനിക്ക് കാറ് നഷ്ടപ്പെട്ടാൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലാണോ ഞാൻ എത്തുന്നത്? നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ട് വീടോ വാടക വീടോ ഒക്കെ ഉണ്ട്, നമുക്ക് കാറുണ്ട് അല്ലെങ്കിൽ ബൈക്കുണ്ട്. ഇതെല്ലാം സ്തോത്രത്തോടുകൂടി അനുഭവിക്കാം. പക്ഷേ നാളെ അതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്നൊരവസ്ഥയാണെങ്കിൽ നമ്മൾ അഡിക്റ്റഡായി. അതാണ് പൗലോസ് പറയുന്നത്, ഐ ഹാവ് ട്രെയിൻ മൈ സെൽഫ് ടു ബി കണ്ടന്റ്. ഏതൊരവസ്ഥയിലും ഒരു ലക്ഷറിയസ് ആയ ഫുഡ് എനിക്ക് കിട്ടിയാൽ സ്തോത്രം, അതില്ലെങ്കിലും സ്തോത്രം, ജയിച്ചാൽ സ്തോത്രം, എനിക്ക് വേണ്ട വിധത്തിലുള്ള മാർക്ക് ലഭിച്ചില്ലെങ്കിൽ സ്തോത്രം. പഠിക്കാതെയുള്ള കാര്യത്തെക്കുറിച്ചല്ല, പഠിച്ചുള്ള കാര്യത്തെക്കുറിച്ച് തന്നെ പറയുന്നത്. അപ്പം ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തിലും സംതൃപ്തിയോടെ ഇരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെയാണ് അപകടം. എനിക്ക് പണം വേണം. നമ്മുടെ ഇടയിൽ കാണുന്ന വലിയൊരു അപകടമാണ്, അത്യാവശ്യം കൊണ്ടൊന്നുമല്ല, ആഗ്രഹം കൊണ്ട് വാങ്ങിക്കും, അതിന് ലോൺ എടുക്കും, അവസാനം ആ ലോൺ അടയ്ക്കാൻ പറ്റാതെ എന്താണോ സന്തോഷത്തിന് വേണ്ടി വാങ്ങിച്ചത് അത് എനിക്ക് ആസ്വദിക്കാൻ കഴിയാത്ത, അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. നമ്മൾ വായിക്കുന്നത് ഒരുപാട് ആത്മഹത്യകൾ സംഭവിക്കും. ഐ ഹാവ് ട്രെയിൻ മൈ സെൽഫ് ടു ബി കണ്ടന്റ്. തൃപ്തി. റെയിൽവേ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു നല്ല പാഠമുണ്ട്, ലെസ് ലഗേജ് മോർ കംഫർട്ട്. എത്ര ആവശ്യങ്ങൾ കുറയ്ക്കാമോ, അത്യാവശ്യങ്ങളല്ല ആവശ്യങ്ങൾ കുറയ്ക്കാമോ, അത്രയും നമ്മൾ സംതൃപ്തരായിരിക്കും, അത്രയും പണത്തോടുള്ള ടെംപ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ കുറയും. പക്ഷേ നമുക്കറിയാം, പൊതുവിൽ നമ്മളൊക്കെ ഇന്ന് കാണുന്നത് ആവശ്യമില്ലാതെയും നമ്മൾ
വസ്തുവകൾ ഇങ്ങനെ വാങ്ങിക്കുകയാണ്. നമുക്കൊരു കുഴപ്പമില്ല. എന്നിട്ട് നമ്മളതിന് പറയും ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എനിക്ക് തന്നു, അങ്ങനെ പ്രോസ്പെരിറ്റിയുടെ തിയോളജിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുക. ജിം എലിയറ്റിൻ്റെ വൈഫ് എലിസബത്ത് എലിയറ്റ്, ആ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സഹോദരിയുടെ വീട്ടിലെ എല്ലാ വസ്തുക്കളും ഓരോ വർഷവും പരിശോധിക്കും. എന്നിട്ട് ആ വർഷം അത് ഉപയോഗിച്ചില്ലെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഗ്ലാസ്, ഒരു ഭംഗിയുള്ള ഗ്ലാസ്, ആ വർഷം അത് ഉപയോഗിച്ചില്ലെങ്കിൽ അതിനർത്ഥം എനിക്കത് ആവശ്യമില്ലെന്നാണ്. അതുകൊണ്ട് ആ വർഷം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വർഷത്തിൽ ആ സഹോദരി ആ ഗ്ലാസ് എടുത്ത് വേറെ ആൾക്ക് കൊടുക്കും. നമ്മുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ എത്രയോ കാര്യങ്ങളാണ് ആവശ്യമില്ലാതെ അസൂയ കൊണ്ടോ ആഗ്രഹം കൊണ്ടോ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന വാഹനങ്ങൾ, ഞാൻ സാധാരണ പറയാറുണ്ട്, വലിയ വീട് കെട്ടണോ ചെറിയ വീട് കെട്ടണോ എന്ന് തീരുമാനിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ആവശ്യമാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ അവർക്ക് ഭാര്യയും ഭർത്താവും 5 മക്കളുണ്ടെങ്കിൽ ഒരുപാട് മുറികളുള്ള വീട് വേണം. വേറെ ചിലർക്ക് ഭാര്യയും ഭർത്താവും മാത്രമേ കാണത്തുള്ളൂ, പക്ഷേ ഒരുപാട് ഗസ്റ്റ് എപ്പോഴും വരുന്ന വീടായിരിക്കും, അപ്പോൾ വേറെ മുറി വേണം. പക്ഷേ കൊതി കൊണ്ടും അഹങ്കാരം കൊണ്ടും സ്വാർത്ഥത കൊണ്ടും ഒക്കെ ഞാൻ അനേക മുറികളുള്ള വീട് പണിതിട്ട് ആ മുറികളിലൊക്കെ ഉണ്ടാകുന്ന വെട്ടുകാലി വലയുണ്ടല്ലോ, അത് അവസാന നാളിൽ കണക്ക് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു രാത്രി മഴ കൊള്ളാതെ തണുപ്പ് കൊള്ളാതെ കിടക്കാൻ ഒരു മുറി പോലും ഇല്ലാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തിലുള്ളത്. നമ്മൾ ഓർക്കണം. ഞാൻ തൃപ്തി പഠിക്കുന്നില്ലെങ്കിൽ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല. നമ്മെ ഈ പണത്തോട് ഇത്രയധികം ആകർഷിക്കുന്ന കാര്യം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പിശാച് ഹവ്വയോട് പറയുന്ന വാക്ക് അതിങ്ങനെയാണ്: അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു. ദൈവത്തെ പോലെ ആകും. ദൈവത്തിൻ്റെ പ്രത്യേക സ്വഭാവങ്ങളിൽ, മനുഷ്യനില്ലാത്ത പ്രത്യേക സ്വഭാവങ്ങളിൽ ഒന്ന്, ദൈവത്തിന് ഡിസൈഡ് ചെയ്യാം, ദൈവത്തിന് തിരഞ്ഞെടുക്കാം. ദൈവത്തിനെ അത് പാടുള്ളൂ. ദൈവം പറഞ്ഞു, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്. ആ സ്ഥാനത്തേക്ക് മനുഷ്യന് ഉയരാം, അവനെ തിരഞ്ഞെടുക്കാം. പണത്തിൻ്റെ ഒരു സഹായം എന്ന് പറയുന്നത്, അല്ലെ പണം നമ്മളെ സഹായിക്കുക എന്ന് പറയുന്നത്, നമുക്ക് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യം പോലെ പണം ഉണ്ടെങ്കിൽ, എനിക്ക് ഒരു സാധാരണക്കാരൻ്റെ ആവശ്യമോ ഉള്ളൂ എങ്കിലും എൻ്റെ അളിയൻ, അദ്ദേഹത്തിന് കുറേയധികം മെമ്പേഴ്സ് വീട്ടിലുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം വഴി കൂടെ പോകുന്ന ആൾക്കാരെ പോലും പിടിച്ച് വണ്ടി കയറ്റി പോകുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അന്ന് ഒരു 8 സീറ്ററിൻ്റെ വണ്ടി വാങ്ങിച്ചു. അന്നത്തെ റൂളാണ്, അന്ന് 8 സീറ്ററിൻ്റെ വണ്ടി വാങ്ങിക്കുമ്പോൾ റേഷൻ കാർഡ് എങ്ങാണ്ട് സബ്മിറ്റ് ചെയ്യണം. അതായത് വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ മെമ്പേഴ്സ് ഇപ്പോൾ 3 പേരെ ഉള്ളെങ്കിൽ 8 സീറ്ററിൻ്റെ വണ്ടി വാങ്ങിക്കാൻ പറ്റത്തില്ല. അന്നത്തെ ഒരു റൂളായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ആകെ 2 പേരേ ഉള്ളൂ, ഒരു മനുഷ്യനെ പോലും വണ്ടിയിലും കയറ്റത്തില്ല. ഞാൻ 8 സീറ്ററിൻ്റെ വണ്ടി വാങ്ങിക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ എനിക്ക് ഡിസൈഡ് ചെയ്യാം. എൻ്റെ പണം, എൻ്റെ സൗകര്യം ഞാൻ വാങ്ങിക്കുന്നു. എനിക്ക് ഡിസൈഡ് ചെയ്യാം പണമുണ്ടെങ്കിൽ. ഇനി എൻ്റെ കയ്യിൽ എനിക്ക് 8 സീറ്ററിൻ്റെ ഒരു വണ്ടി വാങ്ങിക്കണം, ആകെ വീട്ടിൽ 2 പേരേ ഉള്ളൂ, പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും പണമില്ലെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. പണം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുക്കാം. ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് നമ്മൾ പണത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ച്, നമ്മൾ പറയുന്ന അത്യാവശ്യങ്ങളൊക്കെ കേവലം ആഗ്രഹങ്ങളായിരിക്കും. നമ്മൾ പറയും അത്യാവശ്യമാണെന്ന്, എന്നാൽ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ പലതും അത്യാവശ്യമൊന്നുമല്ല, ആവശ്യമായിരിക്കും, പക്ഷെ നമുക്ക് പൈസ ഉള്ളതുകൊണ്ട് അത് അത്യാവശ്യമായിട്ട് മാറുന്നു. നമ്മൾ ചെറിയ പ്രായം മുതൽ മറ്റുള്ളവരാൽ ട്രെയിൻ ചെയ്യപ്പെട്ടതും സ്വയമായിട്ട് ട്രെയിൻ ചെയ്തതുമായൊരു കാര്യമാണ്. എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അത് കാണിക്കാത്ത വിധത്തിൽ മുഖം മറച്ചു വയ്ക്കാനും, ദേഷ്യമുണ്ടെങ്കിൽ സ്നേഹം അഭിനയിക്കാനും ഒക്കെ നമ്മളിങ്ങനെ ട്രെയിൻഡാണ്.
അതൊരു ഫോളൻ നേച്ചർ ഉള്ള വീഴ്ച സംഭവിച്ച ശരീരത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റേതായൊരു സ്വഭാവമാണത്. പണത്തിൻ്റെ വിഷയത്തിലും നിൻ്റെ നിക്ഷേപം എവിടെയാണ്, അവിടെ നിൻ്റെ ഹൃദയം. അങ്ങനെ ദൈവം ആ വിഷയത്തിൽ നമ്മളെ ഡീൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു സേഫ്റ്റി പ്ലേസ്, നമ്മുടേതായ ഒരു സേഫ്റ്റി പ്ലേസ് നമ്മൾ കണ്ടെത്തും. അതായത് ദൈവത്തിൻ്റെ വചനം നമുക്കെതിരെ വരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ബുദ്ധിമുട്ടിക്കുന്നു, നമ്മുടെ ഉള്ളിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തെ അതുപോലെ അനുസരിക്കുകയല്ല, നമ്മുടേതായൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തും. അതുപോലെ നമ്മൾ പണത്തിൻ്റെ വിഷയത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു സൊല്യൂഷനാണ് ടൈറ്റ്, ദശാംശം. എവിടെ നിന്നാണ് ഈ ദശാംശത്തിൻ്റെ ഉപദേശം വന്നത് എന്നെനിക്കറിയില്ല. ഒരു ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അത് ആരോടെ പറയുന്നത് കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾ ചതകുപ്പ്, ജീരകം എന്നിവയിൽ പതാരം കൊടുക്കുന്നു, എന്നാൽ ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കുന്നു. അത് ചെയ്യണം, അതോടൊപ്പം ഇത് ചെയ്യണം. അപ്പോൾ അവിടെ കർത്താവ് പറയുന്നത് ദശാംശത്തെക്കുറിച്ചാണ്. അത് ആരോടാ പറയുന്നത്? യഹൂദന്മാരോടാ പറയുന്നത്. എന്നാൽ ലേഖനങ്ങളിൽ ഒന്നും തന്നെ ദശാംശം എന്നുള്ള ഒരു ഉപദേശം നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉപദേശങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ അതിനെ കാണുകയാണ്, ദശാംശം. ഈ ദശാംശത്തിനൊരു സേഫ്റ്റി ഉണ്ട്. എന്താണെന്നറിയാമോ? എനിക്ക് 100 രൂപയാണ് എൻ്റെ ഇൻകമെങ്കിൽ അതിൽ 10 രൂപ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 90 രൂപയിൽ ദൈവം ശല്യം ചെയ്യത്തില്ല. ആ 90 രൂപ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ, എനിക്ക് സൗകര്യമുള്ളതുപോലെ എനിക്കത് ഉപയോഗിക്കാം. അതായത് ഞാൻ ദശാംശം കൊടുത്തിട്ടുള്ള പണമാണ്. പക്ഷേ ലേഖനങ്ങളിലൊന്നും അങ്ങനെ ഒരു ഉപദേശം ഇല്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മൾ കൊടുത്ത പണത്തിലല്ല ശ്രദ്ധിക്കുന്നത്, നീക്കി വച്ചിരിക്കുന്നതിലാണ്. God is not more interested in what we are giving, but God is more interested in what is left over. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം എടുക്കാം. അതിന് 41 മുതൽ 44 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ ജനങ്ങൾ ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ഓർക്കണം, യേശുവിനെ നോക്കാനും യേശുവിന് ഇരിക്കാനും പറ്റിയ ഒരു സ്ഥലവുമല്ല, ഒരു പരിപാടിയുമല്ല. ആളുകൾ സ്തോത്ര കാഴ്ച ഇടുന്നത്, ടൈത്ത് ഇടുന്നത് ഒക്കെ യേശു ശ്രദ്ധിക്കുക. ആത്മീകം പലപ്പോഴും നമ്മൾ നോക്കുന്നത് പ്രാർത്ഥനാ മുറിയിലും ബൈബിൾ സ്റ്റഡിയിലും ഒക്കെയാണ്. ധനവാന്മാർ പലരും ധാരാളം ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് തുല്യമായ 2 നാണയങ്ങൾ ഇട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞത്, ഭണ്ഡാരത്തിൽ മറ്റെല്ലാവരും ഇട്ടതിനേക്കാൾ അധികം ഈ ദരിദ്രയായ വിധവ ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനികർ വളരെയധികം ഇട്ടു. ഈ ദരിദ്രയായ വിധവ അന്നത്തെ കാലത്തെ ഏറ്റവും വിലക്കുറഞ്ഞൊരു നാണയമാണ് ഇട്ടത്. 1 പൈസയ്ക്ക് തുല്യമായ 2 നാണയങ്ങൾ ഇട്ടു. യേശു പറയുന്നു, അധികമിട്ടവരെക്കാൾ അധികമിട്ടത് ഈ വിധവയാണ്. എന്താ കാര്യം? ഇട്ട തുകയാണോ കർത്താവ് നോക്കുന്നത്? അല്ല. ഇട്ട തുകയാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ധനികരാണ് അധികമിട്ടത്. പക്ഷെ കർത്താവ് നോക്കിയത് ലെഫ്റ്റ് ഓവറാണ്. ധനികരായവരുടെ കയ്യിൽ വിധവയുടെ അവസ്ഥ പോലെയല്ല. വിധവയെക്കുറിച്ച് എന്താ പറയുന്നത്? എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു. അതായത് വീട്ടിൽ മടങ്ങിപ്പോയാൽ ബീഫുണ്ട്, ചിക്കനുണ്ട്, മുട്ടക്കറിയുണ്ട്, അപ്പമുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ നിന്ന് മുട്ടക്കറി എടുത്തൊരാൾക്ക് കൊടുത്തു. മുട്ടക്കറി എടുത്തു കൊടുത്തോണ്ട് പട്ടിണിയൊന്നുമല്ല, ബീഫും ചിക്കനൊക്കെ ഉണ്ട്. പക്ഷെ വിധവ ആകെ തനിക്ക് കുടിക്കാൻ വെച്ചിരുന്ന കഞ്ഞി മുഴുവൻ എടുത്തു കൊടുത്ത്, ഇനി ഒന്നുമില്ല, നോ ലെഫ്റ്റ് ഓവർ. കർത്താവ് ഇവിടെ വിധവ അധികം ഇട്ടെന്ന് പറയുന്നത് ഇട്ട തുക നോക്കിയല്ല, ലെഫ്റ്റ് ഓവർ നോക്കിയാണ്. നമ്മൾ പലപ്പോഴും സുരക്ഷിതത്വം കണ്ടെത്തുന്നത് ദൈവത്തിന് നമുക്ക് ലഭിച്ചതിലൊരു പങ്ക് കൊടുത്തിട്ട് നമ്മൾ സുരക്ഷിതരാകുകയാണ്. എന്നിട്ട് നമ്മൾ പറയുന്നത് കർത്താവിന് കൊടുത്തു, എല്ലാവരും 10% കൊടുക്കുമ്പോൾ ഞാൻ 20% കൊടുത്തു. നമ്മൾ പരിശോധിക്കേണ്ടത്, പ്രത്യേകിച്ചും ദൈവവേലയിലായിരിക്കുമ്പോൾ നമുക്കൊരു വലിയ അപകടമുണ്ട്. ദൈവവേല ഫുൾ ടൈമായിട്ട് ചെയ്യുന്നവർക്ക് അവർക്ക് ദൈവം വ്യക്തികളിലൂടെ പ്രൊവിഷൻസ് കൊടുക്കുന്നു.
അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന സഭയിലൂടെ അവർക്ക് പ്രൊവിഷൻസ് കൊടുക്കുന്നു. അപ്പോൾ ആ പ്രൊവിഷൻ എന്ന് പറയുന്നത് ദശാംശമാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ പണം ആ പണമാണ്, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് കൊടുക്കണ്ട എന്ന ഒരു ധാരണ ഈ ഫുൾ ടൈം മിനിസ്ട്രിയിലൊക്കെ ഉള്ള ആളുകൾക്കുണ്ടാകാം. അത് ഫുൾ ടൈം മിനിസ്ട്രി ആണെങ്കിലും ഹാഫ് ടൈം മിനിസ്ട്രി ആണെങ്കിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് ലഭിച്ച ഗ്രേസ് ആണോ ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന ഗ്രേസ് എന്നൊരു ചോദ്യം ചോദിക്കണം. രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ കൊടുത്ത പെർസെൻറ്റേജ് ആണോ ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന തുക കൂടി? അന്ന് എൻ്റെ ഇൻകം 1000 രൂപയായിരുന്നു, അന്ന് ഞാൻ 100 രൂപ കൊടുത്തു. ഇന്ന് എൻ്റെ ഇൻകം 10,000 രൂപയാണ്, അതുകൊണ്ട് 1000 രൂപ കൊടുക്കുന്നു. അപ്പോൾ തുക കൂടി, പക്ഷേ പെർസെൻറ്റേജ് ഇപ്പോഴും അത് തന്നെയാണ്. ദൈവം എന്നോട് ചെയ്യുന്നത് കൂടി, പക്ഷെ ഞാൻ ദൈവത്തിന് തിരിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞാലും സാധാരണ മലയാളത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരുന്നില്ല, ദൈവം തന്നതിന് ഞാൻ ദൈവത്തിന് തിരിച്ചു കൊടുക്കുകയാണ്. അത് കൂടിയോ? ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ വളർച്ചയുടെ ഒരു ഇതാണ് ഈ ലോകത്തോടുള്ള നമ്മുടെ ആഗ്രഹം, അഡിക്ഷൻസ് അത് കുറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ഉള്ളിൽ കൃപ നിറയുകയാണ്, അതുകൊണ്ട് സമാധാനം പെരുകുകയാണ്. എൻ്റെ ഉള്ളിൽ അത് നിറയുന്നത് കൊണ്ട് എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, അതിനോടുള്ള ആകർഷണം കുറയുന്നു. ഒരു വാക്യം നമുക്ക് വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ അന്യരും പരദേശികളുമായ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആ വാക്യം ശ്രദ്ധിക്കുക. ആത്മാവിനോടുള്ള ഒരു പോരാട്ടം എപ്പോഴും എന്താണ്? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ജഡമോഹം അത് എപ്പോഴും എൻ്റെ ആത്മാവിനോട് പോരാടിക്കൊണ്ടിരിക്കുക. ആ ജഡമോഹങ്ങളെ ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ എനിക്കെപ്പോഴും ഓർമ്മ വേണം. എന്താണ് ഓർമ്മ? ഞാൻ ഇവിടെ അന്യനാണ്, പരദേശിയാണ്. നമ്മുടെ ജീവിത യാത്രയിൽ അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലോകത്ത് ജീവിതമല്ല, എൻ്റെ ഫുൾ ഇറ്റേണിറ്റി, അതിൽ വെറുമൊരു സ്പോട്ട് മാത്രമാണ് ഈ ലോകത്തിലെ ജീവിതം. ഞാൻ ഇവിടെ സ്ഥിരമായി നിൽക്കുന്നവനല്ല. കുറച്ച് കാലത്തേക്ക് ഞാനിവിടെയുണ്ട്. അത്രയും കാലം പാട്ടുകാരൻ പറയുന്ന പോലെ അല്പം അപ്പം വിശപ്പിന് സ്വല്പം വെള്ളം ദാഹിക്കും. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഏതൊരു തലമുറയേക്കാളും അധികം ലക്ഷറിയുള്ള ഒരു തലമുറയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ലൗകിക വസ്തുക്കളോടുള്ള ആകർഷണം വളരെയധികം പെരുകിയിട്ടുണ്ട്. എത്ര കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഒരു ദിവസം ഇവിടുന്ന് പോകുമ്പോൾ ശൂന്യമായ കൈകളോടുകൂടിയാണ് പോകുന്നത്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്രേ, എന്നെ ശവമടക്കാൻ കൊണ്ടുപോകുന്ന ആ ശവപ്പെട്ടിയിൽ 2 ദ്വാരമിട്ടിട്ട് അതിലൂടെ എൻ്റെ കൈ പുറത്തേക്കിടണം. എന്തിനാണെന്നറിയാമോ? ലോകം കാണണം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്തിൽ ഒരുപാട് നേടി, പക്ഷെ താൻ പോകുമ്പോൾ വെറും കൈയായിട്ടാണ് പോകുന്നത് എന്ന് ലോകരെ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കഥയുണ്ട്. ഈ ലോകത്തിലെ വസ്തുവകൾ നമുക്ക് ഒരുപാടുണ്ടാകും, എന്നാൽ പോകുമ്പോൾ ഒന്നും കാണത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പരദേശികളാണ്, അന്യരാണ്. ഈ പാർട്ടിയാണ്, ഇത് എഴുതുന്ന പാർട്ടിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. കർത്താവിനോട് ചോദിച്ചു, സകലതും വിട്ട് ഞങ്ങൾ അനുഗമിച്ച് എന്ത് കിട്ടും? ആ പാർട്ടി കുറെ വർഷം കഴിഞ്ഞപ്പോൾ എഴുതുകയാണ്, നിങ്ങൾ ഓർക്കണം, ഈ ലോകത്തിൽ എന്ത് കിട്ടുമെന്നുള്ളതല്ല ചോദ്യം, നമ്മൾ അന്യരും പരദേശികളാണ്. ഇവിടുത്തെ വിഷയമല്ല നമ്മുടെ വിഷയം. പണത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരു റൂൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഓൾട്ടോ കാറുള്ളവരൊക്കെ ദ്രവ്യാഗ്രഹമില്ലാത്തവരും ഇന്നോവ കാറുള്ളവരൊക്കെ ദ്രവ്യാഗ്രഹവും. അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ 3 മുറിയുള്ള വീടാണ്,
3 മുറിയുള്ള വീടുള്ളവരൊക്കെ ദ്രവ്യാഗ്രഹമില്ലാത്തവരും 7 മുറിയുള്ള വീടുണ്ടാക്കിയവരൊക്കെ ദ്രവ്യാഗ്രഹം. അങ്ങനെ ഒന്നും ഒരു റൂളുമില്ല. ഇതൊക്കെ ഹൃദയത്തിൻ്റെ കർത്താവിനോടുള്ള ബന്ധമാണ്. എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ദൈവം കരുണയുള്ളവനാണ്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ദൈവം കരുണ തന്നിട്ടുണ്ട്. എനിക്ക് കരുണ തോന്നിയിട്ടാണ് കൊടുക്കുന്നേ. അപ്പോൾ അവിടെ നിയമങ്ങളില്ല, എത്ര കൊടുക്കണമെന്നൊന്നുമില്ല. ദൈവത്തിൽ നിന്ന് എത്ര കിട്ടാനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ദൈവത്തിന് അളക്കാനുള്ള കപ്പ് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. ഞാൻ ഈ മെറ്റീരിയൽ കാര്യങ്ങളല്ല പറയുന്നത്, സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അതാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെക്കാൾ അധികം നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ശീലിച്ച ശീലങ്ങളാണ്. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, നിങ്ങളുടെ പാരമ്പര്യങ്ങളെ നിലനിർത്തേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം ദുർബലമാക്കുന്നത് എന്ത്? നമുക്ക് സുരക്ഷിതമായ ഒരു ഒളിയിടം നമ്മെ നയിക്കുന്നവർ ഉണ്ടാക്കി തന്നു. കാര്യം ഇവിടെ കയറി ഒളിച്ചോ പിന്നെ തലവേദനയില്ല. എത്ര കൊടുക്കണം? ഇല്ല, അറിയില്ല. നമ്മുടെ വീട്ടിലെ ഒരു ഗസ്റ്റ് വന്നു. ഞാനൊക്കെ അനുഭവിക്കുന്ന വലിയ പ്രയാസമാണ്. ഞാനിങ്ങനെ യാത്ര പോകുമ്പോൾ അവിടെയുള്ള മിഷണറിമാരുടെ ഭാര്യമാർ നമ്മളോട് വലിയ സ്നേഹമാണ്. അവർ നോൺ വെജ് പറഞ്ഞാലും നോൺ വെജ് ഉണ്ടാക്കും. എന്നിട്ട് ബിജായ ഒരു കഷ്ണവും കൂടി എന്നൊക്കെ പറഞ്ഞ് തരും. അപ്പോൾ അവർ ആ ഒരു കഷ്ണത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു, എന്നെ കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം എന്താ? ഇത് തന്നെയുള്ളൂ ടൈറ്റിങ്ങിലും. അതിൽ നമുക്ക് നിയമങ്ങളൊന്നുമില്ല. ഗ്രേസ് പെരുകിയപ്പോൾ മറ്റുള്ളവൻ്റെ വേദന ദൈവം കാണുന്നത് പോലെ ഞാൻ ഉൾക്കൊള്ളാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഹൃദയം എന്നിലേക്ക് ദൈവം പകർന്നത് കൊണ്ട് നമുക്കത് കൂടുതൽ കൂടുതൽ നമ്മളെ കൊടുക്കാനായി ശീലിപ്പിക്കുകയാണ്. ദൈവത്തോടുള്ള സ്നേഹം. നമ്മൾ തൃപ്തരാണ്. അമേരിക്കയിൽ പോകാനൊരു അവസരം തന്ന സന്തോഷം. ഇപ്പം അമേരിക്കയിൽ പോയാലാണ് ജീവിതം ഫുൾഫില്ല എന്ന് ആര് പറഞ്ഞു? അമേരിക്കയിലാണ് ജോലി കിട്ടിയെങ്കിൽ പോകുക, അല്ലെങ്കിൽ ഗൾഫിലൊരു ജോലി ആണ് കിട്ടിയത് പോകുക. പക്ഷെ ഗൾഫിൽ പോയാലാണ് പാസ്റ്ററെ ഒന്ന് ഉപയോഗിച്ചിരുന്ന് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ കൃപയിലല്ലാതെ ഞാൻ ആക്ട് ചെയ്യരുത്. അതെൻ്റെ ജഡത്തിലുള്ള പ്രവൃത്തിയാണ്. എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. ഈ 1 ലക്ഷം രൂപ കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ എനിക്ക് അധികാരമില്ല. ഈ പൈസ എൻ്റേതല്ല, ദൈവം തന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്താൽ അതെൻ്റെ അഹങ്കാരമാണ്. കൊടുക്കാതിരിക്കുന്നത് അഹങ്കാരമാകുന്ന പോലെ തന്നെയാണ് ഇതും. കാര്യം എനിക്ക് അധികാരമില്ലല്ലോ. ദൈവം എനിക്ക് പെർമിഷൻ തരണം. പെർമിഷൻ തരികയെന്ന് പറഞ്ഞാൽ കർത്താവ് കൊടുത്തോട്ടെ, കൊടുക്കണ്ട, അങ്ങനെയല്ല. ഞാൻ എപ്പോഴും സബ്മിസീവാണ്. അപ്പം ദൈവം എൻ്റെ മനസ്സിൽ എനിക്കുണ്ടാകുന്ന എല്ലാ ഇച്ഛകളും അതിനനുസരിച്ച് ഞാൻ ആക്ട് ചെയ്ത് ഞാൻ പറയുന്നത് കുറച്ചുകൂടി ക്ലിയർ ചെയ്ത് തരാം. എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടാകുക. അതിൻ്റെ പ്രശ്നം, എനിക്ക് അത്രയും ആത്മീയ പക്വതയും ദൈവത്തിൻ്റെ കൃപയും എനിക്കില്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഇമോഷണലി ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട് എനിക്കൊരു കോൺസിക്വൻസ് ഉണ്ടാകും. അത് പോസിറ്റീവോ നെഗറ്റീവോ. അത് സഫർ ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ടാകത്തില്ല. അപ്പം ഞാൻ വളരെ ബിറ്ററാകും. ഉദാഹരണത്തിന്, എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ട്. അത് മുഴുവൻ എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് പല ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നുണ്ടാവും. എൻ്റെ ചില സൗകര്യങ്ങൾ കുറയ്ക്കണം. ഞാൻ മേടിക്കാൻ വെച്ചിരുന്ന ഒരു വണ്ടി മേടിക്കാൻ വെച്ചിരുന്നതാണ്, അത് ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ഞാൻ പിന്നെ ബസ്സിൽ യാത്ര ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവിടെ ആ പൈസ ഞാൻ കൊടുത്തത് കൊണ്ട് എനിക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നില്ല. കാര്യം എന്താ? എന്നിൽ കൃപ പെരുകിയിരിക്കുക. ഞാൻ അതിനെയൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടില്ല, സന്തോഷത്തോടെ സ്വീകരിച്ചു പോകും. അതേ സമയത്ത് എൻ്റെ ഇമോഷനിലാണ് ഞാൻ ആക്ട് ചെയ്തെങ്കിൽ ഞാൻ പിന്നെ പുറുപുറുന്ന് പുറുപുറുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ആ നുറുക്കവും ആഗ്രഹവും, കർത്താവ് എനിക്കറിയാം ഇത്രയും കൊടുത്താൽ പോരാ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അതാത് സമയത്ത് എന്നെ പടിപടിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ചേ ഞാൻ പോകാവൂ. ഇത് പറയുമ്പോൾ തന്നെ അതിൻ്റെ അപകടമായ വശമുണ്ട്. ആ അപകടമായ വശം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ അതിനും ഇത് പറയണ്ട. അങ്ങനെ പറഞ്ഞില്ലേ? കൊടുക്കാൻ മനസ്സില്ലാത്തവരോടല്ല ഞാൻ ഈ പറയുന്നത്. കൊടുക്കാൻ മനസ്സുള്ളവനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എടുത്ത് ചാടി ഒരു ഇമോഷനിൽ ഒരു ബൈബിൾ സ്റ്റഡി കേൾക്കുമ്പോൾ തന്നെയല്ല, ആ ഒരു നുറുക്കം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, ദൈവം എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്.
കുറച്ചധികം കൊടുക്കുന്നുണ്ട്, സാധാരണ കൊടുക്കുന്നതിനേക്കാൾ ടൈറ്റൊന്നുമല്ല, കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇനിയും അധികം കൊടുക്കണമെന്ന് എനിക്കറിയാം എന്നുള്ള ആ ഒരു വ്യക്തമായ തെളിവ് മനസ്സിലുണ്ടാകുകയും അതിനുവേണ്ടി ആഗ്രഹിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിന് അറിയാം വെൻ ഇസ് ദ റൈറ്റ് ടൈം. ആ സമയത്ത് കർത്താവ് എന്നെ അടുത്ത തലത്തിലേക്ക് എന്നെ നയിക്കും. നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.